Hi students, welcome you all for our FR marathon session, and we'll be having a 5-day session, and this 5-day session we'll be looking into the study hub. Okay, so this time what I've planned is we'll be totally focusing on the study hub, as most of the students in the classes they will be doing their Kaplan kit as well as BPP kit. So we will be focusing on study hub so that it will be more helpful for them to understand how questions are coming up in study hub, as well as we can also look into the practice platform to practice the bigger questions. So for the marathon sessions, what we are focusing is we'll be focusing more on the bigger questions. നമ്മൾ വലിയ questions ആയിരിക്കും മെയിൻലി എന്ത് ചെയ്യണ്ടാവുക, ഫോക്കസ് ചെയ്യണ്ടാവുക. അപ്പൊ വലിയ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ഐ വിൽ ബി കംപ്ലീറ്റിംഗ് ദ സിംഗിൾ എഫ് എസ്. അതേപോലെ തന്നെ ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് എ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾസോ എ റേഷ്യോ. അപ്പൊ ഇന്ന് ഈ മൂന്ന് വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യണ്ടാവുക. So that from today onwards you can also start practicing 3 questions on a daily basis. Okay അല്ലേ? അപ്പൊ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് പറയണ്ടാവുക. The next thing we'll be looking into is from tomorrow onwards. Tomorrow, day after tomorrow, it is totally MCQs, and അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം it will be totally OTQs. അപ്പൊ നമ്മള് എല്ലാ MCQസും അതേപോലെ തന്നെ എല്ലാ OTQസും നമ്മൾ സ്റ്റഡി ഹബിലുള്ളത് മാക്സിമം എക്സാം റെലവെന്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ദാറ്റ് നിങ്ങളായിട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല, സ്റ്റഡി ഹബിന്മ ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇൻസ്റ്റെഡ് സ്റ്റഡി ഹബിനെ നമുക്ക് ഒരുമിച്ച് മാരത്തോണിൽ ചെയ്തു പോവാം. ആൻഡ് ബാക്കിയുള്ള ടൈം മൊത്തം നിങ്ങൾക്ക് ബാക്കി 2 കിറ്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ യു ഹാവ് ലിമിറ്റഡ് ടൈം. അപ്പൊ ആ ടൈമിൽ എന്റെ സൈഡിൽ നിന്ന് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് സ്റ്റഡി ഹബ്, ആൻഡ് ബാക്കിയുള്ള എല്ലാ ടൈമും നിങ്ങൾ ബാക്കിയുള്ള 2 കിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഐ ഹോപ്പ് ദാറ്റ് യു ഓൾ പാസ് ദ. ഓക്കെ, സോ let us start with today's question, whereby we'll start with the single entity. അപ്പോൾ സിംഗിൾ എൻറ്റിറ്റിയിൽ നമുക്ക് ഫ്രഷ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രഷ് കമ്പനി എന്ന് പറയുന്ന കമ്പനീന്റെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് they have told that prepare statement of profit and loss and other comprehensive income for fresh company for the year ended 31st March 2017. So first thing is that you have to prepare statement of profit and loss and other comprehensive income for the year ended 31st March. Then prepare changes in equity as well as prepare financial position. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് തിങ് വീൽ പ്ലാൻ ആർ ആൻസർ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു സോൾവ് വാട്ട് വർക്കിംഗ് നോട്ട്സ്, പിന്നെ നമ്മുടെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എല്ലാ സാധനങ്ങളും അതേപോലെ P&Lക്ക് എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ്ലി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മള് ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ let us start with the question. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം.
അപ്പം നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന ഫയൽസും കൂടി നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. ഓക്കെ അല്ലേ? നിങ്ങളുടെ രണ്ട് റിവിഷൻ കിറ്റിലും നോക്കി കഴിഞ്ഞാൽ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഡിഫറെന്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഉള്ളത് എന്തിൽ മാത്രമാണ്? സ്റ്റഡി ഹബിൽ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ഹബ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മളോട് എന്തൊക്കെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്? പ്രിപ്പയർ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ഫ്രഷ് കമ്പനി ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. അപ്പൊ ഫസ്റ്റ് തിങ് വി വിൽ ബി മേക്കിംഗ് ഫോർമാറ്റ്സ് ഫോർ ദിസ്. അപ്പൊ ഞാൻ തുടക്കം തൊട്ട് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ over here we'll start with statement of year ended 31st March 2017. The same thing goes for ഇത്തിരി സ്പേസ് വിട്ടിട്ട് എന്തുണ്ടാക്കണം? statement of other comprehensive income ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇതൊരു എക്സൽ ഷീറ്റിൽ ചെയ്യണതിന്റെ ഒരു മേജർ റീസൺ, അതായത് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യണത്, സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് ആക്സസ് ടു യു ഓൾ ആഫ്റ്റർ സോൾവിങ് ദിസ് തിങ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ബോക്സിലും യു വിൽ ഫൈൻഡ് ദി റെലവെന്റ് ഫോർമുലാസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ്. ഓക്കെ അല്ലേ? അപ്പൊ let us start. Okay, ഇവിടെ $3 ഉണ്ട്. അപ്പൊ നമ്മളും അതൊന്ന് ഇട്ട് കൊടുക്കാം. $3. ഇതിങ്ങനെ $10 ആവുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? യു ഹാവ് ടു ഫസ്റ്റ് പുട്ട് an apostrophe and then use $3. അപ്പൊ അത് അതേപോലെ സ്റ്റേ ചെയ്തോളും. ഓക്കെ അല്ലേ? And then we'll start up with our basic structure, that is we always have revenue, cost of sales, gross profit, and then we'll leave a bit of space. Then we'll start with profit before interest and tax, then finance cost, then profit before tax expense, and profit for the year. Okay, ഇതെല്ലാം ക്യാപ്സ് ലോഗിൽ അടിക്കരുത് കേട്ടോ എക്സാമില്. യു മസ്റ്റ് യൂസ് ദ സ്മോൾ അണ്ടർ കേസ് തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനൊന്ന് ഫോർമുലേറ്റും കൂടി ചെയ്ത് വെക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്, പിന്നെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ്
sum of other expenses. Other expenses വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ വിട്ടിട്ട് ബാക്കിയുള്ള എക്സ്പെൻസസ് എടുക്കാം. ആ ഒരു ലൈൻ എന്തിനാ വിടാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ so that you can also have an other income included. Okay അല്ലേ, അത് പ്ലസ് ചെയ്ത് വെക്കാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ profit before interest and tax minus finance cost, and profit for the year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ profit before tax minus tax expense. അപ്പോൾ നമ്മുടെ P&L ഉണ്ടാക്കി കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് revaluation gain, പിന്നെ ഒരു ലൈൻ വിടാം ടാക്സ് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ, പിന്നെ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം. അതെങ്ങനെ കിട്ടാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഫോർ ദി ഇയർ പ്ലസ് റിവാലുവേഷൻ ഗെയിൻ മൈനസ് എനി ഡെഫേർഡ് ടാക്സ് ഉണ്ടെങ്കിൽ you'll get this. അതും ഫോർമുലേറ്റ് ചെയ്ത് വെക്കാം. Then we have statement of changes in equity. Okay, statement of changes in equity യിൽ നമ്മൾ എന്തൊക്കെ വരാനുണ്ട്? For the year ended 31st March 2017. And അതിൽ ഒരു ലൈൻ വിടാം so that you can write the headings, and then we'll start with share capital, share premium, retained earnings, revaluation surplus, and other equity വേണമെന്നുള്ള ചുമ്മാ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ എവിടെയെങ്കിലും കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, we don't have other equity. Okay അല്ലേ? ഇത്ര ചെയ്താൽ മതി. Then we'll always have a, ഇത് ഹെഡിങ്സ് ആണ്, പിന്നീട് ടോട്ടൽ. Okay, our statement of changes in equity കഴിഞ്ഞു. Next is statement of financial position അല്ലേ? Statement of financial position as on 31st March 2017. We need assets, non-current asset, space, we need current assets,
Then we need total assets. Sum of all the above. Then we need equities and liabilities. Then an equity part. Then a non-current liability. Equity le namukariam endokka varam share capital, share premium, retained earnings, revaluation surplus. And ഇതിന്റെ figures നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും എവിടെന്ന് this coming from over here the premium is this, retained earnings is this, and revaluation surplus is appo ഇത് automatically fill ആയിക്കോളും. Then we have non-current liabilities, space കൊടുക്കുക, current liabilities, space കൊടുക്കുക, total equities and liabilities. Okay, ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? We have to start with our working notes. Workings il endokka vannalum first working note will be cost of sales. Working notes il short forms, big letter, capital letter idonnum oru issue enne alla ta. Okay alle? The first one is cost of sales. പിന്നെ നമ്മൾ ചുമ്മാ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. സസ്പെൻസ് അക്കൗണ്ട് പറഞ്ഞുണ്ട്, നോൺ കറന്റ് അസറ്റ്സിന്റെ പറഞ്ഞുണ്ട്, പിന്നെ ലീസിന്റെ പറഞ്ഞുണ്ട്, പിന്നെ ഫ്രെസ്കോസ് ഇന്റർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫ്രോഡ്, പിന്നെ ടാക്സ്. ടാക്സ്, ഫ്രോഡ്, ലീസ്, PP, സസ്പെൻസ്. ഈ ലൈനപ്പിൽ തന്നെ സോൾവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. I'll always tell you, go for the lineup which is most suitable for you. ഒരിക്കലും നമ്മുടെ തെറ്റൂല എന്ന് തോന്നുന്ന രീതി. നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ഇതിലൊക്കെ ആയിരിക്കും. One will be of course PP. അപ്പൊ നമുക്ക് അടുത്ത വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് വർക്കിംഗ് നോട്ട് നമ്പർ 2, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ വർക്കിംഗ് നോട്ട് എപ്പോഴും സെയിം ആണ്. ഒന്ന് ട്രയൽ ബാലൻസ് ഫിഗർ ഉണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി സം ഓഫ് ഈ മുകളിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും ട്രയൽ ബാലൻസിന്റെ ഫിഗറും. എന്നിട്ട് ഈ ടോട്ടൽ വേണം എവിടേക്ക് പോവാൻ വേണ്ടിയിട്ട്? കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈക്വൽ ടു ഇത് വന്ന് ക്ലിക്ക് ചെയ്യാം. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ യു ആർ ലിങ്കിങ് ദി ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യണത്? വി ആർ ലിങ്കിങ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഓവർ ഹിയർ. ലിങ്കിങ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ലിങ്ക് ചെയ്യാന്ന് പറയണേല്
ഇത്ര ഇമ്പോർട്ടൻസ് ഇസ് ബിക്കോസ് ഓഫ് ഓൺ ഫിഗർ റൂൾ. ഓൺ ഫിഗർ റൂൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൺ ഫിഗർ റൂള് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് സെയിൽസ് തെറ്റിന്ന് വിചാരിക്കും. അവർ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്കാണ് I7. അപ്പൊ I7 എന്താണ്? അപ്പൊ I7 നോക്കുമ്പോൾ I7 ഇതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഈ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നാന്ന് നോക്കും. എന്നിട്ട് അവിടത്തെ ഒരു മാർക്കേ പോവുള്ളൂ. നിങ്ങളുടെ ബാക്കിയുള്ള ഈ മിസ്റ്റേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് വരുന്ന മിസ്റ്റേക്സിന്റെ മാർക്സ് ഒന്നും പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് കറക്റ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ there are high chances that you're going to get maximum marks. ഓക്കെ അല്ലേ? അതിലിപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ തന്നെ നമുക്ക് ചെറിയൊരു മാർക്കേ പോവുള്ളൂ. ഓക്കെ ആണോ? വർക്കിംഗ് നോട്ട് 2 PP ആണെങ്കിൽ എപ്പോഴും ഈ ഫസ്റ്റ് ലൈൻ വിട്ട് കളയാ. And then you start with cost, accumulated depreciation, carrying value at start. എന്നിട്ട് അത് ഒരെണ്ണം ഫോർമുലേറ്റ് ചെയ്ത് വെക്കാം. ബാക്കി വരുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇത് ഹെഡിങ്സ് ഏതാണ്, എന്തൊക്കെ ടൈപ്പ് PP ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് കുറച്ച് സ്പേസ് വിടാം. And then start with working note number 3, that was over here, lease. നമുക്ക് എല്ലാവർക്കും അറിയാം ലീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് PP-ന്റെ ഒപ്പം സോൾവ് ചെയ്യാം. ലീസ് ലയബിലിറ്റി സോൾവ് ചെയ്താൽ മതി. which is opening plus effective minus coupon is equal to closing. ഞാൻ എപ്പോഴും ഈ ഫോർമുലയാണ് ആദ്യം ഇട്ട് വെക്കാം. Why? Because if there is an advance we can always change it. പക്ഷെ യൂഷ്വലി വരുന്നത് ഏറ്റവും കൂടുതൽ ഇത് ആയോണ്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് അഡ്വാൻസ് ആണോ അരിയേഴ്സ് ആണോ എന്നുള്ളതൊക്കെ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കഴിഞ്ഞ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത ഫ്രോഡ്. ഫ്രോഡ് ഇസ് വെരി ഈസി. ഫ്രോഡ് നമ്മൾ വിട്ട് കളയരുത്. വർക്കിംഗ് നോട്ട് നമ്പർ 4, ഫ്രോഡ്. അപ്പൊ ഫ്രോഡ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഫുൾ ഫ്രോഡും വന്നത്. അപ്പൊ ഫുൾ എമൗണ്ട് എവിടെ നിന്നാണ് അടിച്ചു മാറ്റിയത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് കറന്റ് ഇയറിൽ എത്ര അടിച്ചു മാറ്റി, പ്രീവിയസ് ഇയറിൽ എത്ര അടിച്ചു മാറ്റി. ഫുൾ എമൗണ്ട് എവിടെ നിന്നാണോ അടിച്ചു മാറ്റിയത് അവിടെ നിന്നായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കറന്റ് ഇയർ കാര്യങ്ങൾ P&L-ലും പ്രീവിയസ് ഇയർ കാര്യങ്ങൾ റീറ്റെയിൻഡ് ഏർണിംഗ്സിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഫ്രോഡിന്റെ. പിന്നെ നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 5, ടാക്സ്. another easy thing. നമുക്ക് എപ്പോഴും ഇതിനൊരു ഫോർമുല ഉണ്ട്. കറന്റ് ഇയർ എസ്റ്റിമേറ്റ് plus or minus under or over absorbed plus or minus movement and deferred tax will give us tax expense. ഇങ്ങനെയാണ് കിട്ടുക sum of all these. ആൻഡ് യൂഷ്വലി നിങ്ങൾക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമാണ് എപ്പോഴും എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൂവ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാം. അതിന് എന്താണ് മൂവ്മെന്റ്? ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് മൈനസ് ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ്. അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് ചെയ്തോളൂ. അപ്പൊ പ്ലസ് ആവേണ്ടത് പ്ലസ് ആയിക്കോളും, മൈനസ് ആവേണ്ടത് മൈനസ് ആയിക്കോളും. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കറിയണത് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ വർക്കിംഗ് നോട്ട് 6, സസ്പെൻസ്. എനിക്ക് അറിയില്ല സസ്പെൻസിൽ എന്താണ്. അപ്പൊ ഒരു ട്രയൽ ബാലൻസ് ഫിഗർ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം. ഇത്ര കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തും വെക്കാം. ഇപ്പൊ ടാക്സ് എക്സ്പെൻസ് എനിക്ക് അറിയാം, ടാക്സ് എക്സ്പെൻസ് ആണ്, അത് ലിങ്ക് ചെയ്ത് വെക്കാം. ടാക്സ് എക്സ്പെൻസ് ആയിട്ട് എനിക്കറിയാം. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് റേറ്റ് ആണ്. അപ്പൊ അത് ലിങ്ക് ചെയ്ത് വെക്കാം. പിന്നെ ടാക്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കറന്റ് അസെറ്റ്, കറന്റ് ലയബിലിറ്റി, നോൺ കറന്റ് അസെറ്റ്, നോൺ കറന്റ് ലയബിലിറ്റിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാം. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുട്ടിംഗ് ദി ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്ത് പോണതാണ് അടുത്തത്. അപ്പൊ അതില് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് സെറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർസ് നമ്മൾ എവിടെയാണ് കാണിക്കുക? ട്രയൽ ബാലൻസ് ഫിഗർ എന്ന് പറഞ്ഞിട്ട്
Share capital is 45,000. Artha share premium is 5,000. Then our retained earnings is 5,100. And revaluation surplus. Okay. പിന്നെ നമുക്കറിയാം എന്തുണ്ട് property ഉണ്ട് plant and equipment ഉണ്ട് അപ്പോൾ non current assets we have property ഇതിൽ കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചത് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എത്ര മാർക്കിനാണ് വരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് 3 മാർക്ക് ഉണ്ടാവും ചിലത് 4 മാർക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ ഒരേ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ മാർക്ക് വരുന്നതെന്നും കൂടി പറയാം നമ്പർ എഴുതിയിട്ട് ലിങ്ക് ചെയ്താൽ കുഴപ്പമുണ്ടോ ഇല്ല ആദ്യം തന്നെ ലിങ്ക് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമില്ല നമ്പർ എഴുതി കഴിഞ്ഞിട്ട് ലിങ്ക് ചെയ്താലും മതി ഓക്കെ അല്ലേ then we have property in it we have equipment we have right to use of asset എങ്ങനെ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് ഉണ്ടെന്ന് മനസ്സിലായത് കാരണം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലീസ് ലയബിലിറ്റിനെ നമ്മൾ വർക്കിംഗ് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിന്റെ ആദ്യം ഞാൻ ഇടാൻ പോണത് എന്താണ് പിപിന്റെ ഉള്ളില് പ്രോപ്പർട്ടി ഇസ് there plant and equipment is there and right to use of asset is there കോസ്റ്റ് ഈ രണ്ടെണ്ണത്തിന്റെ ഉണ്ട് എത്രയാണ് 48,000 അതേപോലെ 47,500 accumulated depreciations for property and plant and equipment തന്നിട്ടുണ്ട് that is 16,000 അതേപോലെ 33,500 ഇതുവരെ ഓക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് ഇൻവെന്ററി ആണ് അപ്പൊ കറന്റ് അസറ്റ്സിൽ we have one more thing to add that is inventory trade receivables inventory എത്ര ഉണ്ട് inventory is 25,200 but 28,500 and we don't have bank as an asset because ഇത് credit സൈഡിലാണ് തന്നിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബാങ്ക് എന്തായിരിക്കണം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയിരിക്കണം ഇതോട് കറന്റ് ലയബിലിറ്റി ബാങ്ക് ഓവർഡ്രാഫ്റ്റ് is 1,400 പിന്നെ deferred tax തന്നിട്ടുണ്ട് which is the opening trial balance വരുന്നത് opening deferred tax is 3,200 then trade payables is there again come back to current liabilities trade payables നമ്മൾ ഇവിടെ ഇടുന്നു 27,300 അത് കഴിഞ്ഞിട്ട് we have got revenue which does not have any adjustments so directly revenue ഇടാം 350,000 പിന്നെ cost of sales working note 1 ൽ കൊണ്ടുപോയിടാം that is 298,700 പിന്നെ lease payments will be your coupon അപ്പോൾ കൂപ്പണിന്റെ മുകളിൽ ചുമ്മാ എഴുതി വെക്കുക 8,000 അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാലോ പിന്നെ distribution cost administrative expense distribution cost is 16,100 administrative expenses 26,900
Then we have bank interest, which will go to finance cost. So finance cost already ഒരു സാധനം ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ആഡ് ചെയ്താൽ മതി 300. And then we have current tax, which is debit side under absorbed add ചെയ്യാനുള്ളതാണ്. ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ under absorbed 800. പിന്നെ we have suspense account, which we have opened 13,500. ഇത്രയൊക്കെ നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരേ അഡ്ജസ്റ്റ്മെന്റ് വായിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അതങ്ങനെ ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ അല്ലേ? സോ ഏറ്റവും ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് ടാക്സ്. ഫ്രെസ്കോസ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ഷോസ് ദ ടാക്സ് റീഫണ്ട്. ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യനിൽ ടാക്സ് റീഫണ്ട് വരുന്നത്. യൂഷ്വലി എപ്പോഴും ടാക്സ് എന്താ പറയാ കൊടുക്കാനുള്ളത്, അടയ്ക്കാനുള്ള ടാക്സ് ആണ് കാണിച്ചിരുന്നത്. ഇവിടെ റീഫണ്ട് കാണിച്ചു. അപ്പൊ റീഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അടയ്ക്കാനുള്ളത് പോസിറ്റീവ് ഫിഗർ ആയിട്ട് എടുക്കുമ്പോൾ റീഫണ്ട് എന്തായിട്ട് എടുത്തോളാം, മൈനസ് ഫിഗർ ആയിട്ട് എടുത്തോളാം. കാൽക്കുലേഷൻ ഒന്നും മാറ്റാൻ നിൽക്കണ്ട, ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും. ഓക്കെ അല്ലേ? -2,400 എടുത്തു. ബാക്കിയൊക്കെ നോർമൽ രീതിയിൽ ബാലൻസ് ഓൺ ദി കറന്റ് ടാക്സ് ഇൻ ദ ട്രയൽ ബാലൻസ് റെപ്രസെന്റ്സ് അണ്ടർ ഓവർ അബ്സോർബ്ഡും. അതേപോലെ ഇവിടെ ടെമ്പററി ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? 12,000 into എത്ര പെർസെന്റേജ്? 25%, 3,000. So you get 1,800 as tax expense. ഇത് റീഫണ്ട് ആണ്. അപ്പൊ ടാക്സ് എക്സ്പെൻസ് ഒന്ന് മാറ്റാം, എന്റെ ടാക്സ് റീഫണ്ട് എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് ശരിക്കും നല്ലത്. അപ്പൊ ഇവിടെ മൈനസ് വന്നാലും കുഴപ്പമില്ല, അത് ആഡ് ആയിക്കോളും, കാരണം നമ്മൾ ഇവിടെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? ഇനി ഇത് കറന്റ് ലയബിലിറ്റിയിൽ പോവില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ റീഫണ്ട്. അപ്പൊ കറന്റ് അസറ്റിൽ വന്നിട്ട് വി ഹാവ് ടു മേക്ക് സംതിങ് കോൾഡ് ആസ് ടാക്സ് റീഫണ്ട്. So this was the first time when they asked this thing. Okay, 2,400. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? So all this is okay. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മുടെ ടാക്സ് റീഫണ്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് കറന്റ് അസറ്റ്സിൽ ടാക്സ് റീഫണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇറ്റ്സെൽഫ്. നോൺ കറന്റ് ലയബിലിറ്റിയിൽ ഡെഫേർഡ് ടാക്സ് എത്ര വരും? ക്ലോസിംഗ് എത്രയാണ്? 3,000. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഇത്രയും കൂടി സ്ലോ ആയിട്ട് പോവാം. അപ്പൊ ആദ്യമായിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യനില് നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ടാക്സ് റീഫണ്ടിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ യൂഷ്വലി നമ്മൾ അടയ്ക്കാനുള്ള ടാക്സ് വരുമ്പോൾ ഒരു പോസിറ്റീവ് ഫിഗർ ആയിട്ട് എടുക്കുമ്പോൾ റീഫണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് ഫിഗർ ആയിട്ട് ഇട്ടു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ -1,800 ഇവിടെ നമ്മുടെ P&L ചെല്ലുമ്പോൾ ഇവിടെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മൈനസും എന്നും പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്ലസ് ആയിക്കോളും. അപ്പൊ റീഫണ്ട് പോലെ ആക്ട് ചെയ്തോളൂ. അത് കൂടാണ്ട് ഇത് റീഫണ്ട് ആയതുകൊണ്ട് ഇത് അസറ്റിന്റെ എവിടെയും കാണിക്കണം. ആൻഡ് ഇത് ലയബിലിറ്റി ആയതുകൊണ്ട് പിന്നെ ഡെഫേർഡ് ടാക്സിന്റെ ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് തന്നെ പൊക്കോളൂ. ഇത് ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് നമുക്ക് ഫ്രോഡ് നോക്കാം. പയ്യെ പോവാണ്ട. In March 2017, Fresco's internal audit department discovered a fraud committed by the company's credit controller, who did not return from a foreign business trip. The outcome of the fraud is that 4 million of company's trade receivables had been stolen. Appo total stolen എത്രയായിരുന്നു? Full amount was 4 million. എവിടെ നിന്നാണ്? ട്രേഡ് റിസീവബിൾസ്. അതിന്ന് അവരെന്താ പറയണത്? ഓഫ് ദിസ് amount 1 million relates to 2016. അപ്പൊ പ്രീവിയസ് ഇയറിന്റെ ആണ് 1 million. അപ്പൊ ബാക്കി 3 million ആണ് ഈ കൊല്ലത്തെ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ട്രേഡ് റിസീവബിൾസിന് എത്ര എടുത്ത് കളയണം? ഫുൾ amount എടുത്ത് കളയാം. ട്രേഡ് റിസീവബിൾസിലോട്ട് വരുന്നു. എന്നിട്ട് എത്ര എടുത്ത് കളയുന്നു?
4,000. പിന്നെ അടുത്തത് കറന്റ് ഇയർ ഇതാക്കി നമ്മൾ എവിടെ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ക്രെഡിറ്റ് കൺട്രോളർ ആണ് എന്ത് ചെയ്തത്, അടിച്ചു മാറ്റിയത്. അപ്പൊ അത് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അവിടേക്ക് ഈ എക്സ്പെൻസ് കൊടുക്കുക, ഈ ലോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് കറന്റ് ഇയർ ലോസ്? 3 million. And then previous year എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ ഞാൻ എത്ര കുറയ്ക്കാം? 1000. ഓക്കെ അല്ലേ? ഫ്രോഡ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഫ്രോഡ് ഇസ് വെരി ഈസി, എപ്പോഴും ചെയ്തോളൂ. ദാറ്റ് ഇസ് എ ഏരിയ വിച്ച് വിൽ സ്കോർ യു മാർക്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ 2 അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞു. The next one is PPGM, which is the next easier one. Property had a 12-year useful life and acquisition to reflect the marked increase in property prices. Fresco decided to revalue it on 1st April 2016. Now നമ്മുടെ ഇയർ എൻഡ് എന്താണ്? 31st March 2017. അപ്പൊ ഇയർ സ്റ്റാർട്ടിൽ തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ അവർ തീരുമാനിച്ചു? റീവാല്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ തുടക്കത്തിൽ തന്നെ റീവാല്യൂഷൻ എത്രയിലോട്ടാണ് റീവാല്യൂ ചെയ്തത്? The property to be 36,000. അപ്പൊ നമുക്ക് ഗെയിൻ കിട്ടി. എത്രയുണ്ട്? 4,000. ആ ഗെയിൻ ആദ്യം എവിടേക്ക് പോണം? അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിലോട്ട് പോണം. എന്നിട്ട് അവര് പറയുന്നുണ്ട് ഫ്രെസ്കോ ഈ ഗെയിൻ റീവാല്യൂഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് എ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 8 years എന്ന് പറഞ്ഞാൽ പുതിയ ഡെപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. We'll see that on revalued amount divided by 8 ചെയ്യുന്നു. 4,500 കിട്ടുന്നു. Carrying value at end എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ it is 36,000 minus 4,500, 31,500. ഓക്കെ അല്ലേ? Fresco makes an annual transfer. Makes an annual transfer എന്നാ പറഞ്ഞത്. To retain profits to reflect realization of revaluation surplus. This is called excess depreciation. Excess depreciation അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അത് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. Fresco's tax jurisdiction, the revaluation does not give rise to deferred tax. അപ്പൊ ഇവിടെ റീവാലുവേഷൻ മൂലം വരുന്ന ഡെഫേർഡ് ടാക്സ് വരൂല എന്നാണ് പറയുന്നത്. വരാണെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടി ചെയ്യാനുണ്ടായിരുന്നു. There are questions where you have to adjust that also. Okay അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ പറയുന്നുണ്ട് the plant and equipment is depreciated at 20 per annum using reducing balance method. Reducing balance method depreciation എങ്ങനെ കാണാ? 14,000 മുകളിൽ എത്ര പെർസെന്റേജ് കാണാ? 20%. അതായത് ക്യാരിങ് വാല്യൂന്റെ മുകളിലാണ് കാണുക. അപ്പൊ നമുക്ക് ഇന്ന് എത്ര കിട്ടി? 11,200 വരും. ഈ ഡെപ്രീസിയേഷൻസ് ഒക്കെ എവിടെ കാണിക്കണം എന്നാണ് അവർ പറഞ്ഞത്? It should be expense to cost of sales. And cost of sales നമ്മൾ depreciation എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കും? 4,500 plus 2,800 plus right to use of asset എന്റെയും കാണിക്കണം. അപ്പൊ റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് ആണ് അടുത്ത സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്യുന്ന നിലയ്ക്ക് ഇതുവരെ ഉള്ളത് നമുക്ക് ഇതും കൂടി ഒന്ന് ഇട്ട് വെക്കാം. പ്രോപ്പർട്ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് is this, plant and equipment is this. Okay അല്ലേ?
റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി നമുക്ക് അതും കൂടി ഒന്ന് കണ്ടെത്താം. അപ്പൊ അവര് പറയണത് എന്താണ്, ഇതില് ഒരു ലീസ് ഉണ്ട്. Fresco acquired an item of plant under a lease agreement with an implicit finance cost of 10% per annum. The lease payments in the trial balance represent an initial deposit of 2 million. അപ്പോൾ ലീസ് പേയ്മെന്റ്സ് ട്രയൽ ബാലൻസിലുള്ള 2 മില്യനും ഉണ്ട്, പിന്നെ ആനുവൽ റെന്റൽസ് ഓഫ് 6 മില്യൺ ഉണ്ട്. അപ്പൊ കൂപ്പൺ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ 2 മില്യൺ ഈ 6 മില്യൺ ആണ്. ഓക്കെ അല്ലേ? The lease agreement further requires annual payments of 6 million on 31st March each year for the next 4 years. അപ്പോൾ ടോട്ടൽ 5 years ആയിരുന്നു. ഇങ്ങനെ 5 years ആണെന്ന് മനസ്സിലായത്, ആദ്യത്തെ ഇനീഷ്യൽ പേയ്മെന്റ് ആണ് ഈ 6 മില്യൺ, അത് കൂടാണ്ട് നെക്സ്റ്റ് 4 ഇയേഴ്സിന് ഇനിയും 6 മില്യൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ എത്ര ഇയേഴ്സ് ഉണ്ട്? 5 years ഉണ്ട്. The plant was initially measured at 25. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലി മെഷർ ചെയ്തത് 25,000 ആണ്. ആൻഡ് അതിന്റെ മുകളിൽ 5 ഇയേഴ്സ് എന്ത് വന്നു? ഡെപ്രീസിയേഷൻ വന്നു. അപ്പൊ ഇന്ന് റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 20,000. ഈ 5,000 എവിടേക്ക് പോകണം? ഓൾറെഡി കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഈ 20,000 വേണം എവിടേക്ക് കാണിക്കാൻ? നമ്മുടെ ബാലൻസ് ഷീറ്റില് റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ. ഇത്ര മാത്രം സോൾവ് ചെയ്താൽ ലീസ് കഴിയോ? ഇല്ല. ലീസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടിയും സോൾവ് ചെയ്യണം, ലീസ് ലയബിലിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏരിയസ്, അപ്പൊ ഒരു പ്രശ്നവും ഇല്ല. 25,000 ആയിരുന്നു ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, അതിൽ നിന്ന് മീൻസ് ഇനീഷ്യൽ എമൗണ്ട്, അതിൽ നിന്ന് 2,000 ഡെപ്പോസിറ്റ് വന്നു, അത് കുറയ്ക്കുക. ആൻഡ് യുവർ എഫക്റ്റീവ് റേറ്റ് ഇസ് 10%. അപ്പൊ 2,300 into 10%. ഇത് എവിടേക്ക് പൊക്കോളും? ഈ 2,300 P&L പോകും. കൂപ്പൺ നമുക്കറിയാം, അവർ പറഞ്ഞു 6 മില്യൺ ആണ്. അപ്പൊ 6,000. ക്ലോസിംഗ് ഇസ് 19,300. ഇനി ഒരു പ്രശ്നമുണ്ട്, കൂപ്പൺ ആണ് വലുത്. അപ്പൊ ഇവിടെ കറണ്ട് നോൺ കറണ്ട് ലയബിലിറ്റി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ യു വിൽ സ്റ്റാർട്ട് 19,300. പിന്നെ ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പൊ ദിസ് ഇസ് യുവർ നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? 19,300 minus 15,230 which is 4,070 is your current liability. അപ്പൊ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് കറന്റ് ലയബിലിറ്റിയില് ലീസ് ലയബിലിറ്റി വരും. അതേപോലെ തന്നെ നോൺ കറന്റ് ലയബിലിറ്റിയിലും ലീസ് ലയബിലിറ്റി. ഇതൊരു ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു? കോസ്റ്റ് ഓഫ് സെയിൽസ്, അതിന് PP, അത് കഴിഞ്ഞിട്ട് ലീസ്, ഫ്രോഡ്, ടാക്സ്. ഇനി സസ്പെൻസ് ബാക്കിയുണ്ട്. ഇതിലൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ഈ PPയില്. ദാറ്റ് ഇസ് ഫൈൻഡിങ് ഔട്ട് എക്സസ് ഡെപ്രീസിയേഷൻ. എക്സസ് ഡെപ്രീസിയേഷൻ എങ്ങനെ കാണാം? ന്യൂ ഡെപ്രീസിയേഷൻ മൈനസ് ഓൾഡ് ഡെപ്രീസിയേഷൻ ആയിട്ട് കാണാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്താണ്? നമുക്ക് ഗെയിൻ ഇസ് 4,000 ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ദാറ്റ് ഇസ് 8 years. അതും ചെയ്യാം. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. ആ ഒരു ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ലീസിന് നമ്മളൊരു ലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻസിൽ there will always be right to use of asset. പിന്നെ കപ്ലാൻ കിറ്റ് സ്റ്റഡി ഹബിന്റെ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഉണ്ട്. കപ്ലാൻ കിറ്റിൽ ആകപ്പാടെ P&L-ഉം
അതേപോലെ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി മാത്രമുള്ള ബാലൻസ് ഷീറ്റ് ഇല്ല. പിന്നെ ഡെപ്പോസിറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയാണ് സോൾവ് ചെയ്യണത്? ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും കൂടി പറയാം. ഇതൊന്നും കൂടി പറയാലോ എലീന. അതായത് നമുക്കൊരു ലീസ് വരുമ്പോഴേ ഒരേ സമയത്ത് ഒരു റൈറ്റ് ടു യൂസ് ഓഫ് എസറ്റും ലീസ് ലയബിലിറ്റിയും വരും. ഈ റൈറ്റ് ടു യൂസ് ഓഫ് എസറ്റും ലീസ് ലയബിലിറ്റി എപ്പോഴും സെയിം ഫിഗർ ആണ്. ദാറ്റ് ഇസ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ്. പക്ഷെ ഇതിൽ ഡെപ്പോസിറ്റ് വരുമ്പോഴാണ് ഇത് മാറുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 25,000 ആയിരുന്നു പ്രസന്റ് വാല്യൂ. അപ്പൊ രണ്ടിടത്തും 25,000 എടുത്തു. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആഫ്റ്റർ വന്നുകൊണ്ട് ലീസ് ലയബിലിറ്റിന്ന് കുറച്ചു. ഈ ഡെപ്പോസിറ്റ് ആഫ്റ്റർ ആണ് വരുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു ട്രിക്കും കൂടിയുണ്ട്. ദാറ്റ് ഇസ് എന്ത് ചെയ്താൽ മതി, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കിയ ഇയർ 1 2 3 4 5 ഇയേഴ്സ് ഉണ്ട്. നമ്മുടെ ലീസ് പേയ്മെന്റ്സ് ആണ് 6,000. ഇംപ്ലിസിറ്റ് റേറ്റ് 10%. അപ്പൊ പ്രസന്റ് വാല്യൂ എടുക്കുമ്പോൾ 1.1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? 6,000 into 1 divided by 1.1 raised to 1. അപ്പൊ നമ്മൾ എല്ലാ 5 കൊല്ലത്തെയും പ്രസന്റ് വാല്യൂ എടുത്തു. എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ you will get 22,744. This is near to which? 25 ആണോ 23 ആണോ എന്നുള്ളത്. അതായത് നിങ്ങൾ ഇത് എഴുതി വെക്കാം. ബിഫോർ റൈറ്റ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് എന്ത് വന്നത്? അല്ല സോറി, ബിഫോർ ലീസ് കമൻസ്മെന്റ് ഡേറ്റ് ആണെങ്കിൽ ബിഫോർ ലീസ് കമൻസ്മെന്റ് ഡേറ്റും ആഫ്റ്റർ ലീസ് കമൻസ്മെന്റ് ഡേറ്റും. അപ്പൊ ബിഫോർ ആണെന്ന് വിചാരിക്കും, നിങ്ങൾ എന്തിൽ കുറയ്ക്കൂല? ലീസ് ലയബിലിറ്റിയിൽ കുറയ്ക്കൂല. സോ യുവർ ലീസ് ലയബിലിറ്റീസ് ഓപ്പണിംഗ് വുഡ് ബി 25. ആഫ്റ്റർ ആണെങ്കിൽ ഇതിൽ കുറയ്ക്കും, then it would be 23. ഇനി നിങ്ങൾ പറയും 23,000 അടുത്താണ് 25,000 അടുത്താണ് ഈ ഫിഗർ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 23 അടുത്താണ്. This is one way that you can find out that this is after. ഇതാണ് ഒരു വഴിയുള്ളൂ, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ. ഓക്കെ അല്ലേ? വരുന്നുണ്ട്. ഞാൻ ആ സാധനം കൂടിയും വെക്കുന്നുണ്ട്, കളയണില്ല. So that you can also check this once you receive the sheet. ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണം. ഇതില് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എവിടേക്കാ പോവാ? റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് പോകും. ഇവിടെ പ്രോഫിറ്റ് അല്ലായിരുന്നു, പകരം എന്താണ്? ലോസ് ആണ്. പിന്നെ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് എക്സസ് ഡെപ്രീസിയേഷൻ എന്ത് ചെയ്ത് കൊടുക്കണം? റീവാലുവേഷൻ സർപ്ലസിന്ന് 500 മൈനസ് ചെയ്യാം. അതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് 500 ആഡ് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടി ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. റീവാലുവേഷൻ ഗെയിൻ ഇവിടെ ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം കാര്യങ്ങൾ കഴിഞ്ഞു. ഇതാണ് എല്ലാ സ്റ്റുഡന്റിനും ശരിക്കും എക്സാമിന് ഈസിലി ചെയ്യാൻ പറ്റുന്നത്. സസ്പെൻസ് ഒക്കെയാണ് പിന്നെ കയറി വരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. ഇത്രയും ചെയ്ത് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് മാർക്സ് കിട്ടുമെന്ന് വെച്ചാൽ നല്ല മാർക്സ് കിട്ടും. ആ സസ്പെൻസിന്റെ കൂടി പോയ ഒരു 2 മാർക്സ് പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ബിക്കോസ് ഇവിടെ ടാലി ആക്കണേലല്ല മാർക്ക്, 1 by 1 ഓരോന്ന് സോൾവ് ചെയ്യണേനാണ് മാർക്ക്. അപ്പൊ ഇനി നമുക്ക് സസ്പെൻസ് നോക്കാം. The suspense account represents the corresponding credit for cash received for a fully subscribed right issue of equity shares made on 1st January 2017. The terms of the share issue were
one new share for every 5 held for 7.75 each. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ഇഷ്യൂ എങ്ങനെയാണ് നടക്കുക. റൈറ്റ് ഇഷ്യൂ നടക്കുന്നത് എങ്ങനെയായിരിക്കും? ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ, ക്രെഡിറ്റ് ഷെയർ പ്രീമിയം. ആൻഡ് ഇതിൽ അവർ പറഞ്ഞു the suspense account represents the corresponding credit for cash. അതായത് ക്യാഷ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു, ക്രെഡിറ്റ് ഫോർ ക്യാഷ് ആണ് റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഏത്? ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയത്തിലും വരേണ്ട ബാക്കിയുള്ള ഫിഗേഴ്സ് ആണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഷെയർ ക്യാപിറ്റൽ വാസ് 50 cents 45,000. അപ്പൊ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 45,000 into 0.5. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. എത്ര നമ്പർ ഓഫ് ഷെയർസ്, പിന്നെ എങ്ങനെ ഷെയർ ഇഷ്യൂ നടത്തി എന്നുള്ളത്. അതിനെക്കാട്ടൊക്കെ എളുപ്പം എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ സസ്പെൻസ് അക്കൗണ്ടിലെ ഫിഗർ എടുക്കാം. ഇന്ന് പറയണത് 13,500 ക്യാഷിന്റെ എഗെയിൻസ്റ്റ് വരേണ്ട 13,500 അല്ലേ ഇവിടെ വരേണ്ടത്. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്കറിയാം എത്രയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. We all know that it was issued for 0.75. അപ്പൊ എത്രയോ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 0.75 is 13,500. അപ്പൊ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് കാണാ? 13,500 അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? 13,500.75. അപ്പൊ 13,500 divided by 0.75. You'll get number of shares. 18,000 number of shares 80. Share capital എപ്പോഴും face value which is 0.5. അപ്പൊ എക്സസ് വരുന്നതൊക്കെ എവിടേക്ക് പോകണം? ഷെയർ പ്രീമിയത്തിൽ പോകണം. എക്സസ് is 4,500. This is the most easiest way to calculate. ഒന്നും കൂടി പറയാം. നിങ്ങളുടെ സസ്പെൻസ് അക്കൗണ്ടിൽ ഒരു ക്യാഷിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ക്രെഡിറ്റ് എൻട്രീസ് ആണ് കിടക്കുന്നത് റൈറ്റ് ഇഷ്യൂന്റെ. റൈറ്റ് ഇഷ്യൂന്റെ ക്രെഡിറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ക്യാഷിന്റെ അമൗണ്ട് ക്യാഷിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എത്രയോ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 0.75 ആയിരുന്നു ഈ പറയുന്ന 13,500. അപ്പൊ തിരിച്ച് റിവേഴ്സ് ചെയ്തപ്പോ 18,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടി. അത് ഇൻടു ഫേസ് വാല്യൂ ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഇസ് 0.5. ആ 0.5 ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചത് ഇവിടെ ഉണ്ട് 50 cents ആണെന്നുള്ളത്. ഓക്കെ. ആൻഡ് എക്സസ് വരുന്നത് ഷെയർ പ്രീമിയത്തിൽ. അപ്പൊ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെ കൊടുക്കാം? $45,000 plus 9,000, 4,500. ഓക്കെ ആണോ? അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ടാലി ആവും. ഓക്കെ അല്ലേ? എക്സസ് ഡിപ്രീസിയേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ടു യൂസിന്റെ ഡെപ്പോസിറ്റ്. ഓക്കെ. ഇവിടെ എക്സസ് ഡെപ്രീസിയേഷൻ വരുന്നത് അവർ പറയണ ഈ ലൈനിലാണ്. Fresco makes an annual transfer to retain profits to reflect the realization of revaluation surplus. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേക്സ് എ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഡെപ്രീസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യാം.
ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും excess depreciation ട്രാൻസ്ഫർ ചെയ്യുക. did not make a transfer എന്ന് പറഞ്ഞാലും excess depreciation ട്രാൻസ്ഫർ ചെയ്യുക. does not make എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യാണ്ടിരിക്കുക. excess depreciation കാണാൻ രണ്ട് വഴികൾ, new depreciation minus old depreciation അഥവാ gain divided by remaining useful life. നമ്മൾ gain divided by remaining useful life ആണ് യൂസ് ചെയ്തത്. that's where we got 500 excess depreciation. അത് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് ചെയ്യുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്സിലോട്ട് മാറ്റി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇവിടെ നോക്കിയേ. on 1st April 2016 Fresco acquired an item of plant under a lease agreement that had an implicit finance cost of 10% per annum. The lease payment in the trial balance represents an initial deposit of 2 million paid on 1st April and the first annual rental paid on 31st March. അപ്പോൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമ്മൾ പേ ചെയ്തതും റെന്റൽ പേ ചെയ്തതും അതിൽ രണ്ടിന്റെയും ഡേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ആ ലീസ് തുടങ്ങി കഴിഞ്ഞിട്ട് പേ ചെയ്ത പോലെയാണ് പറയണത്. ഓക്കെ അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, ആഫ്റ്റർ ആണ്, അതായത് 1st April ലീസ് എഗ്രിമെന്റ് തുടങ്ങി കഴിഞ്ഞിട്ടാണ്. ഇതൊരു രീതി. എന്നിട്ടും നമ്മൾ അഷ്യൂർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് സോൾവ് ദാറ്റ് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ അല്ലേ? പിന്നെ മറ്റേല് എൽവിസ് 1.2 വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതായിരുന്നു. യെസ്, അതിൽ ഇവിടെ ആവശ്യമില്ല. ഷെയർസ് ഒന്നും കൂടി പറയാലോ. ഷെയർസിൽ അവർ പറഞ്ഞത് എന്തായിരുന്നു, റൈറ്റ് ഇഷ്യൂ നടത്തിയത് 0.75 ആണ്. അങ്ങനെ 0.75 നടത്തിയപ്പോൾ നമുക്ക് 13,500 എന്ത് കിട്ടി, കാശ് കിട്ടി. അപ്പൊ ക്യാഷ് ആയിട്ട് 13,500 കിട്ടും. അപ്പൊ ഇത് സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെ ക്യാഷിൽ ഇട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഇസ് ദി കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഫോർ ക്യാഷ് റിസീവ്. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഇസ് ദി ഡെബിറ്റ് എൻട്രി, അത് കറക്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എൻട്രി ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയമും വരേണ്ട പകരം ഞാൻ കൊണ്ടുപോയിട്ട് എന്തിട്ടു, സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടു. അപ്പൊ ഈ രണ്ട് അമൗണ്ട്സും സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ക്യാഷിൽ 13,500 ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുക, ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം. ഷെയർ ക്യാപിറ്റൽ ഷെയർ പ്രീമിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഐ നീഡ് ദി നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ എനിക്കറിയാം ഞാൻ 0.75 ആണ് ഷെയർ വിറ്റത്. അപ്പൊ എത്രയോ നമ്പർ ഓഫ് ഷെയർസ് ഇൻടു 0.75 വിൽ ഗിവ് മീ 13,500. സോ 13,500 ഡിവൈഡഡ് ബൈ 0.75 is going to give me number of shares. അപ്പൊ 18,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടി. നമ്പർ ഓഫ് ഷെയർസ് ഇൻടു ഫേസ് വാല്യൂ ഷെയർ ക്യാപിറ്റൽ, എക്സ്ട്രാ കിട്ടുന്നതാണ് ഷെയർ പ്രീമിയം. ഓക്കെ അല്ലേ? അപ്പൊ ഫേസ് വാല്യൂ ഉണ്ട് 0.5 ചെയ്തപ്പോ 9,000 കിട്ടി. പിന്നെ ഈ 13,500 9,000 കുറച്ചപ്പോ എക്സ്ട്രാ എത്ര കിട്ടി എനിക്ക് മനസ്സിലായി. ദാറ്റ് ഇസ് 4,500. ഓക്കെ അല്ലേ? They're all good. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ഈ ഒരു ഷീറ്റ് ഓക്കെ. അടുത്ത ഷീറ്റ് we will be solving Pandar market. അതാകുമ്പോൾ ഒരു അസോസിയേറ്റിന്റെ ക്വസ്റ്റ്യനും കൂടിയാണ്. എന്നിട്ട് അതിലൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൂടി നമുക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാൻഡാർ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എത്ര
എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട് requirement. First is A part is goodwill and the B part is prepare consolidated statement of profit and loss for the year ended 30th September. ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. And the best part of consolidation is that it will gain you more marks than you can score in single entity. കാരണം consolidation comparatively ഭയങ്കര easier ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് A പാർട്ട് എന്ന് പറയുന്നത് ഗുഡ്വിൽ കാൽക്കുലേഷൻ ആണ്. That is acquisition. ഗുഡ്വിൽ ആൻഡ് ആക്വിസിഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ fair value of NCI at acquisition less fair value of net assets of subsidiary at acquisition. Okay, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുക goodwill at acquisition. Purchase consideration plus NCI at acquisition minus net assets at acquisition. ഇമ്പയർമെന്റ് കുറയ്ക്കണ്ട, അത് ഗുഡ്വിൽ ആയിട്ട് റിപ്പോർട്ടിംഗ് വരുമ്പോഴാണ് ഇമ്പയർമെന്റ് കുറയ്ക്കേണ്ടത്. ആക്വിസിഷൻ ഡേറ്റിൽ ഇമ്പയർമെന്റ് എഫക്ട് ചെയ്യൂല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞു, ഇതിന്റെ ഫോമാറ്റ് കഴിഞ്ഞു. ഇനി ബി പാർട്ടിന്റെ ഫോമാറ്റ് വിച്ച് ഇസ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് profit or loss or group for year ended 30 September 2016. Okay അല്ലേ? ഇത് കഴിഞ്ഞിട്ട് പി ആൻഡ് എല്ലിന്റെ നേരെ ഫോമാറ്റ് അതേപോലെ കോപ്പി അടിച്ച് വയ്ക്കാം. റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, distribution cost, administrative expenses, investment income, finance costs,
tax income tax and profit for the year. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് പിന്നെ ഇതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് മൊത്തം നിങ്ങൾക്ക് കാണേണ്ട രീതിയിലേക്കായിരിക്കും ചെയ്യാം. നിങ്ങൾ എക്സാമിന് ഞാൻ ചെയ്യാൻ അത്ര പോലും ചെയ്യണ്ട. ദാറ്റ് ഇസ് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഇപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ 2,10,000 പ്ലസ് 1,50,000 അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെക്കുന്നുണ്ടാവും. നിങ്ങൾ ഈക്വൽ ടു ഇട്ടിട്ട് നേരെ ചെയ്ത് പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഓവർ ഹിയർ ഓൾസോ വി നീഡ് ദ ഡോളർ സൈൻ. $30. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് is revenue minus cost of sales. Profit before interest and tax എന്ന് പറയുന്നത് is ഇത് minus this plus investment income minus finance cost. And profit for the year എന്ന് പറയുമ്പോൾ tax relief and add back ചെയ്യണം. Okay, tax expense ആണ് ഇവിടെ, sorry. Income tax relief അല്ല, expense ആണ്. Sales all right, ഇത് minus ഇത്. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് we'll start with our working notes. Okay അല്ലേ? Working notes, we all know that our working note number 1 will always be group structure. പിന്നെ നമുക്ക് ആവശ്യമുള്ള പോലെ വർക്കിംഗ് നോട്ട്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ ഇവിടെ let us look into this. On 1st April, Panda purchased 80% of equity shares in Salva. അപ്പൊ Panda has 80% of equity shares in Salva for a share exchange, and 1st April ആണ് വാങ്ങിയത്. ഇയർ എൻഡ് 30 സെപ്റ്റംബർ. എന്നാ വാങ്ങിയത്? ഏപ്രിലില്. On the same date, Panda acquired എത്ര പെർസെന്റേജ് ആയിരുന്നു? 40% in Ambra. So we know that 20% is for NCI, and 1st April ആയതുകൊണ്ട് it's 6 months. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ നമുക്ക് ആ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നിന്ന് കിട്ടി. തിങ്ക് ഇഫ് യു നീഡഡ് ടു മേക്ക് എന്താ പറയാ, നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നില്ലേ, we'll have to use this also. ഈ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നേനെ. നമുക്ക് പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് പക്ഷെ ഗുഡ് വില്ലിന് വേണ്ടിയിട്ട് എന്ത് വേണം? We need to understand what is the amount of NCI and what is the amount of purchase consideration. അപ്പൊ നമ്മുടെ purchase consideration was through a share exchange. അപ്പൊ ഷെയർ കൺസിഡറേഷൻ അത് ഇവിടെ സോൾവ് ചെയ്ത് വെക്കാം. ഷെയർ കൺസിഡറേഷൻ ഞാൻ ഈ സോൾവ് ചെയ്യുന്ന ഷീറ്റ് കിട്ടും കേട്ടോ ടോമ.
Share consideration we'll be focusing on how the shares are bought. The subsidiary in the shares noka. Subsidiary in the equity shares are 1,20,000. അല്ലേ? അപ്പൊ ആ ഷെയർസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ വാങ്ങിയത്? 1,20,000 80% ഷെയർസ് നമ്മൾ വാങ്ങി. ഓക്കെ അല്ലേ? Which is how much? 96,000 ഷെയർസ് നമ്മൾ വാങ്ങി. എങ്ങനെയാണ് ഷെയർസ് വാങ്ങിയത്? ഈ 96,000 ഷെയർസ് നമ്മൾ for each share with the share exchange of 3 shares for every 5 shares in Selva. അപ്പൊ നമ്മുടെ 3 ഷെയർസ് കൊടുത്തു for every 5 shares in Selva. അപ്പൊ ടോട്ടലി നമ്മുടെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു? 57,600 ഷെയർസ്. അത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത്? ഫോർ എത്ര ഡോളേഴ്സ് ആയിരുന്നു നമ്മുടെ? $6. അപ്പൊ നെറ്റ് എഫക്ട് 57 into 6 345,600. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ പോയിട്ട് നമുക്ക് ഫിൽ ചെയ്യാം. ഇനി നമുക്ക് എന്തറിയണം? ഫെയർ വാല്യൂ ഓഫ് NCA ആയിട്ട് അക്വിസിഷൻ. അത് ഡയറക്ട്ലി നമുക്ക് ആദ്യം തന്നെ ചെയ്തു വെക്കാം. ഇതെവിടെ നോക്കിയേ? The non-controlling interest of Selva is to be measured at fair value at the date of acquisition. For this purpose, Selva company's share price at the date can be taken to be identicative of the fair value of the shareholding of the non-controlling interest. അപ്പൊ ഇവിടെ NCA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽവയുടെ ഷെയർ പ്രൈസ് എടുക്കാനാണ് പറഞ്ഞത്, which is also given at 3.2. Now we know that Selva has totally 120 shares. അതിന്റെ 1,20,000 ഷെയർസിന്റെ എത്ര പെർസെന്റേജ് ആണ് NCA ന്റെ? 20%. which is എത്ര ഷെയർസ്? അതിന്റെ വാല്യൂ എന്ന് പറയണത് ഫോർ എത്രയാണ്? 3.2. അപ്പൊ which is 24,000 into 3.2. അപ്പൊ ഇതാണ് ഫെയർ വാല്യൂ ഓഫ് NCA. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലെസ് നെറ്റ് അസെറ്റ്സ്. നെറ്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് നോട്ട് 2 ചെയ്യണം, അക്വിസിഷനും റിപ്പോർട്ടിങ്ങും. അക്വിസിഷനും റിപ്പോർട്ടിംഗ് അല്ല, അക്വിസിഷൻ പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ റിപ്പോർട്ടിംഗ് ചെയ്യണം എന്നില്ല. വി ഹാവ് എന്തൊക്കെ ഉണ്ട് എന്ന് ഇവിടെ നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം ഇല്ല, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, പിന്നെ ഡിവിഡൻസ് പെയ്ഡ് ഒക്കെ ഇയർ എൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇടാം. പിന്നെ വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇടാം നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ വി ഹാവ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1,20,000. വി ഹാവ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് 152,000. ദെൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ കിട്ടും. That is sum of all these. ഓക്കെ അല്ലേ? ആ സമ്മ കിട്ടി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ എന്തിലേക്ക് പോകേണ്ടത്? ലെസ്സിലേക്ക് പോകേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി ഗുഡ് വില്ല് കിട്ടും. ഓക്കെ അല്ലേ? ഇതൊരു ഓൾ ഗുഡ്. ഇനി നമ്മളിത് കോപ്പി ചെയ്ത് വെച്ചു. നമ്മള് ഗ്രൂപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കിയ നിലയ്ക്ക് നമുക്കറിയാം 6 months ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഇതിന്റെ എല്ലാ ഫിഗേഴ്സും കോപ്പി ചെയ്ത് വെക്കും 6 monthsന് വേണ്ടിയിട്ട്. അപ്പൊ അത് ആദ്യം നമുക്ക് ചെയ്ത് വെക്കാം. 210,000 പ്ലസ് ബ്രാക്കറ്റ് ഓർക്കുക 6/12 മൾട്ടിപ്ലൈഡ് ബൈ എന്നിട്ട് ഇത്ര ഭാഗം ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക സോ ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എവറി ലൈൻ. എന്നിട്ട് എന്തായിരിക്കുക 1,50,000 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത കോസ്റ്റ് ഓഫ് സെയിൽസ് 126,000 paste 100,000 bracket close. Okay, distribution cost 11,200 paste 7,000. Admin expense 18,300 paste 9,000. Investment income 9,500. Finance cost 1,800 paste 3,000. Income tax expense എത്രയാണ് 15,000 paste 10,000. Okay അല്ലേ? ഇതുവരെ all good? ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണം ഓരോ അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് വായിക്കാൻ. The fair value of net assets at the date of Selva company's acquisition were equal to their carrying amounts with an item of plant which had a carrying amount of 12 million and a fair value of 17 million. അപ്പോൾ ഒരു 5,000 എന്തുണ്ട് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വർക്കിംഗ് നോട്ട് 2 ഇട്ട് കൊടുക്കാം. എന്താ ഫെയർ വാല്യൂ ഡെപ്രീസിയേഷൻ നമുക്കൊന്ന് കാണാലോ. റിപ്പോർട്ടിംഗിൽ മാത്രം എഫക്ട് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്പേസ് ഉപയോഗിക്കാം. എത്രയായിരുന്നു ഇയേഴ്സ് 5 years 6 months ഉള്ളോ 6/12. അപ്പൊ ഫെയർ വാല്യൂ ഡെപ്രീസിയേഷൻ എവിടെ ആഡ് ചെയ്യും? കോസ്റ്റ് ഓഫ് സെയിൽസിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്. ഇല്ല, അത് ഇവിടെ ഡൗട്ട് ചോദിച്ചിട്ടായിരുന്നു. ഒക്ടോബർ 2015 റീറ്റെയിൻ ഏർണിംഗ്സ് ആണ് 1520. നമ്മളിവിടെ ഇതുവരെ റീറ്റെയിൻ ഏർണിംഗ്സിന്റെ ആക്വിസിഷൻ ഡേറ്റ് എത്തിയിട്ടില്ല. ഇതിലേക്ക് എന്തും കൂടി ആഡ് ചെയ്യാനുണ്ട്? പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതും ഫുൾ ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ട. എത്ര പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി? ഹാഫ് ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. വൈ യു വോണ്ട് ടു ബ്രിങ് ഇറ്റ് ടു 1st April. ഇതിപ്പോ ഏത് ഡേറ്റിന്റെ ആണ്? 1st Octoberന്റെ ആയിട്ടുള്ളൂ. ഈ ഫുൾ 21 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് എത്തും? ഫുൾ 21 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ റീച്ച് വേർ? We will directly reach the year end. നമുക്ക് ഇയർ സ്റ്റാർട്ട് ആണ് വേണ്ടത്. ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതും കൂടി വരുമ്പോ നമ്മുടെ നെറ്റ് അസറ്റ്സിന്റെ ഫുൾ എമൗണ്ട് വരും. ആൻഡ് യു വിൽ ഗെറ്റ് ദി പ്രോപ്പർ ഗുഡ് വിൽ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്. ഓക്കെ ആണല്ലോ? ആ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കഴിഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഈ ഭാഗം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി in addition, Selva owns the registered of a popular internet domain name. The registration, which had a negligible cost, has a 5-year remaining life at the date of acquisition. However, it is renewable indefinitely at nominal cost. At the date of acquisition, the domain name was valued by the specialist company at എത്ര million?
20 million. അപ്പൊ അതിന്റെ എന്തും കൂടി കയറി വരണം, ആ സ്പെഷ്യലിസ്റ്റ് ഡൊമെയിൻ നെയിമിന്റെ specialist domain name 20 million and 5 years life. അതിന്റെ 6 months എന്തുണ്ട്, depreciation അല്ല amortization. ഇത് വരണല്ലോ. ഇതുവരെ ഓക്കെ ആണോ? ഇനി നിങ്ങൾ പറയും, ഇത് ഈ ഡൊമെയിൻ നെയിം ഈ 2000 എവിടെയാണ് കാണിക്കുക amortization? Where will you show amortization? പറഞ്ഞ വർക്കിംഗ് നോട്ട് 2 എൽവിസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഉണ്ട്. പറയൂ. At registration, in addition, Selva owns a registration of a popular internet domain name. The registration, which had a negligible cost, has a 5-year remaining life at the date of acquisition. However, it is renewable indefinitely at a nominal cost. At the date of acquisition, the domain name has been valued at 20 million. അപ്പോൾ അതിന്റെ എന്ത് വരണം, അഡ്ജസ്റ്റ്മെന്റ് വരണം. അതിന്റെയും കൂടി എന്ത് കാണിക്കണം, കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഒരു 2000 കാണിക്കണം. ഇനി പറയും, ഈ ഡൊമെയിൻ നെയിം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ അസറ്റ് ആയിട്ട്? അസറ്റ് ആയിട്ട് വന്നാൽ ഇക്വിറ്റി പാർട്ടും കൂടണ്ടേ? ഇക്വിറ്റി പാർട്ട് എന്താവണം, ഇൻക്രീസ് ആവണം അല്ലേ? അപ്പൊ ഇവിടെ എന്തും കൂടി വരണം, ഡൊമെയിനും കൂടി വരണം. ഇതുവരെ ഓക്കെ ആണോ? ഡൊമെയിന്റെ എത്ര കാണിക്കും, 20,000. പിന്നെ ബാക്കി amortization ഒന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇനി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആക്വിസിഷൻ ഓഫ് സെൽവ ഒരു ലോൺ നോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോൺ നോട്ടാണ് ശരിക്കും ഇതിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. ആ ഡിഫിക്കൽട്ട് പാർട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. ഐ വോണ്ട് ഈച്ച് ആൻഡ് എവരി വൺ ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് വെരി വെൽ. ബാക്കിയുള്ളത് ഈസി ആയിരുന്നു, ബാക്കിയുള്ളത് സ്ഥിരം വരുന്ന സാധനമാണ്. ഇനി ഇമ്പയർമെന്റ് നമ്മൾ ആഡ് ചെയ്യുക അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലേക്കാണ്. ബാക്കിയുള്ളത് അഡ്മിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അഡ്മിൻ എക്സ്പെൻസിലേക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിൽ അഡ്ജസ്റ്റ് ചെയ്താലും യു ഗോണ ഗെറ്റ് ദി സെയിം തിങ്. ഓക്കെ അല്ലേ? ഇനി Pandar company had credited the whole of the dividends received from Selvaco to investments. അപ്പൊ Pandar company സെൽവ കമ്പനിന്റെ കിട്ടിയ ഡിവിഡൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തില്. എത്രയായിരുന്നു ഡിവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഫ്റ്റർ ആക്വിസിഷൻ ഒരു ലോൺ നോട്ട് ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞതാ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഗുഡ്വിൽ കമ്പനി ഹാസ് നോട്ട് സഫേർഡ് എനി ഇമ്പയർമെന്റ്. അപ്പൊ ഇവിടെ ഗുഡ്വിൽ ഇമ്പയർമെന്റ് ഒന്നുമില്ല. പിന്നെ the value of Pandar's investment in Ambra അത് നമുക്ക് ചെയ്യാം.
ഡിവിഡൻസ് എത്രയാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻസ് 8,000. അപ്പൊ 8,000 ഡിവിഡൻസ് എവിടെ നിന്ന് എടുത്ത് കളയാം? ഇവിടെ എന്താ പറയണതും Pandar company has credited the whole dividends it received from Selva. Selva കൊടുത്ത മൊത്തം ഡിവിഡൻസ് ആണ് 8,000. നമുക്ക് മൊത്തം 8,000 കിട്ടോ? ഇല്ല. 8,000 എത്ര പെർസെന്റേജ് കിട്ടുള്ളൂ? 80% കിട്ടുള്ളൂ. ഡൊമൈൻ ഡെപ്രീസിയേഷൻ ആൽവിൻ എടുത്തല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അടുത്തത് we'll go and read the intra sales. ഇനി പറഞ്ഞ immediately after acquisition of Selva company, Pandar ഇത് after acquisition Pandar sold goods to Selva for 15 million. 15 million ഗുഡ്സ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 million എന്താണ്? ഇൻട്രാ സെയിൽസ്. എവിടെ നിന്നൊക്കെ കുറയ്ക്കുക? റവന്യൂ 15,000, കോസ്റ്റ് ഓഫ് സെയിൽസ് 15,000 കുറയ്ക്കുക. ഓക്കെ അല്ലേ? റവന്യൂ 15,000 കുറയ്ക്കുക, കോസ്റ്റ് ഓഫ് സെയിൽസ് 15,000 കുറയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവരുടെ ഇൻട്രാ സെയിലിന്റെ പ്രോഫിറ്റ് കാണാം. ഇൻട്രാ സെയിൽ ടു P2S 15,000 ആയിരുന്നു. അതിന്റെ എത്ര പെർസെന്റേജ്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണ്. അപ്പൊ 15,000 into 20%. അതിന്റെ എത്ര ഗുഡ്സ് സ്റ്റിൽ ഇൻ ഇൻവെന്ററി? 1/3. 3,000 into 1/3. അപ്പൊ 1,000. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ? 1,000 നമ്മള് കോസ്റ്റ് ഓഫ് സെയിൽസിലോട്ട് ആഡ് ചെയ്യും. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴിയാണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ലോൺ നോട്ടിന്റെ കാര്യങ്ങളും ആംബ്രന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ബീൻ ഇംപയർഡ് ബൈ 3 million എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി എക്സസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് തൊട്ട് മുമ്പായിട്ട് we have to ഒരു കാര്യം കൂടി കേട്ടാനുണ്ട്. ദാറ്റ് ഈസ് profit loss from associate. Okay. ഈ ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? All items above in the statement of profit and loss are deemed to accrue evenly throughout the year എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ 6/12, 7/12 ഒക്കെ ചെയ്യണത്. ഓക്കെ അല്ലേ? ഇതൊരു എല്ലാവർക്കും ഓക്കെ ആണോ?
ഇനി നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടും ചെയ്യണം, ആംബ്രന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇമ്പയർമെന്റ് വെച്ചിട്ട് ആംബ്രന്റെ പ്രോഫിറ്റ്. ആംബ്ര വാസ് മേക്കിംഗ് എ ലോസ്. ഇപ്പൊ ആംബ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ആദ്യം ചെയ്ത് വെക്കാം. ആംബ്രന്റെ ലോസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5,000. ആ 5,000 എത്ര മാസമുള്ള നമുക്ക് അവകാശം? 6/12. അതിന്റെയും എത്ര പെർസെന്റേജ് അവകാശമുള്ളോ? 40%. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൽ നിന്ന് എന്ത് കുറയണം? ഇമ്പയർമെന്റ് കുറയണം. എന്ത് കുറയണം? ഇമ്പയർമെന്റ്. അപ്പൊ ആ ഇമ്പയർമെന്റ് നോക്കുമ്പോഴും ആരുടെ പെർസെന്റേജിൽ കുറയണം? പാരന്റ് പെർസെന്റേജിൽ. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ വാല്യൂ ഓഫ് പാൻഡാർസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആംബ്ര, അതായത് പാരന്റ് പെർസെന്റേജ് തന്നെ തന്നു, അത് തന്നെ 3 million ആണെന്ന് പറഞ്ഞു. അപ്പൊ 3 million എന്ത് ചെയ്യാ? കുറയ്ക്കാം. ഇതിലൊരു ലോസ് ആയിരുന്നു, അതുകൊണ്ട് മൈനസ് ഫിഗർ -3,000. അപ്പൊ നെറ്റ് എഫക്ട് എത്ര പോണം? -4,000 എവിടേക്ക് പോവും? P&L ലോസ് ഫ്രം അസോസിയേറ്റ് എന്ന് പറഞ്ഞപ്പോ. ഓക്കെ അല്ലേ? ഇതില് സെയിൽസ് ഇല്ല. ശരിക്കുള്ള എന്താ പറയാ, കപ്ലാന്റെ ക്വസ്റ്റ്യനിൽ ഇതില് സബ്സിഡറിന്റെ സെയിൽസും കൂടി ഉണ്ട്. അപ്പൊ സബ്സിഡറിന്റെ സെയിൽസും കൂടി ഒന്ന് നോക്കാം. ആൻഡ് ഞാൻ സ്റ്റഡി ഹബിന്റെ ഒരു ഫോട്ടോ എല്ലാവർക്കും എന്റെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പെർപ്പ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാനത് എന്തിന്റെ ഗ്രൂപ്പിലും കൂടി ഇടാം? മാരത്തോണിന്റെ ഗ്രൂപ്പിലും കൂടി ഇടാം. ഓക്കെ അല്ലേ? ആൻഡ് ദ ഫൈനൽ വൺ, ദാറ്റ് ഈസ് immediately after acquisition of Selva, Pandar company invested 50 million in 8% loan note. Pandar 50 million ലോൺ കൊടുത്തു immediately after acquisition. അപ്പൊ 50 million ലോണിന്റെ നോക്കുകയാണെങ്കിൽ 50,000 അതില് എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത്? 8%. അപ്പൊ 50,000 8% എന്ന് പറയുമ്പോ ഇൻട്രസ്റ്റ് എത്ര വരും? 50,000 into 8% into എത്ര മാസമുള്ളോ? 6/12, which is 2,000. ഈ 2,000 എവിടെ നിന്നൊക്കെ കുറയ്ക്കണം? ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിന്നും 2,000 കുറയ്ക്കാം. അതും അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് 2,000. 6 monthsന്റെ മാത്രമല്ലോ 2,000. അപ്പൊ 2,000 എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം? ആ 3,000 ആ 3,000 ഉള്ളിൽ നിന്ന് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 3,000 ഉള്ളില് ഇവരിവിടെ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട് ദാറ്റ് സെൽവ ഹാസ് അതർ ലോൺസ് ഓൾസോ. അപ്പൊ 3,000 ഉള്ളില് 2,000 6 monthsന്റെയും ബാക്കിയുള്ള ഒരു 1,000 വേറെ ഏതോ ലോണിന്റെ ആണെന്നുള്ളത്. അതുകൊണ്ട് ഈ 2,000 ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് മാത്രം 6/12 ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റും. ഓക്കെ അല്ലേ? അത് എന്തുകൊണ്ടാണ്? മിഡ് ഇയർ ലോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതായത് ആ ആക്വസിഷൻ ഡേറ്റില് മിഡ് ഇയറിലും അന്നൊട്ട് ലോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. ലോൺ പണ്ടേ തൊട്ടുണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ 2,000 എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഇത് സ്പെസിഫിക്കലി ഇങ്ങനെ ചെയ്യേണ്ട റീസൺ ഇതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് വേറൊരു സ്ഥലത്തും കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ തീർക്കാണ്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാം. Profit attributable to
ഗ്രൂപ്പും NCA. ഗ്രൂപ്പ് എപ്പോഴും ബാലൻസിങ് ഫിഗർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗർ മൈനസ് NCA എമൗണ്ട്. ഇനി NCA നമുക്ക് കണ്ടുപിടിക്കാം. NCA കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി, അതിൽ നിന്ന് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? നമ്മൾ ഈ മോളിൽ അഡ്ജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കാം. ഈ 500 എന്തായിരുന്നു? ഫെയർ വാല്യൂ ഡെപ്രീസിയേഷൻ. ഈ 2000 എന്തായിരുന്നു? ഫെയർ വാല്യൂ അമോർട്ടൈസേഷൻ. പിന്നെ വി ഹാവ് 15,000. നമ്മുടെ എന്തുണ്ട്? ഇൻട്രാസെയിൽ ആരാ നടത്തിയെന്ന് നോക്കട്ടെ. പാൻഡാർ സോൾഡ് ഗുഡ്സ്. പാൻഡാർ സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ആക്കോ. അറിയാണ്ട് ലോക്കായി പോയതാ. ഞാൻ ലൈവിലാ പ്ലീസ്. 5 minutes ഉള്ളൂ. ഇതൊക്കെ 5 minutes. ഒരു മിനിറ്റ് സ്റ്റുഡൻസ്. ഹായ്, സോറി സ്റ്റുഡൻസ്. അപ്പൊ സബ്സിഡറിന്റെ പ്രോഫിറ്റ് നമ്മൾ എടുക്കണം. സബ്സിഡറിന്റെ പ്രോഫിറ്റ് വാസ് 21,000. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? 21,000 into 6/12. അപ്പൊ 21,000 into 6/12 ഇവിടെ ചെയ്യുമ്പോൾ മാത്രം തെറ്റും. ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് മാത്രമായിട്ട്. എന്തുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ അതേപോലെ നമ്മൾ എന്തും കൂടി ചെയ്യണം? ബാക്കി കാര്യങ്ങൾ ഡെപ്രീസിയേഷൻസും അമോർട്ടൈസേഷൻസും കുറയ്ക്കാം. ഡെപ്രീസിയേഷൻ വാസ് 500. അപ്പൊ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത നിലയ്ക്ക് ഇവിടെ നമ്മൾ കുറയ്ക്കണം. അപ്പൊ മൈനസ് 500. amortization is minus 2000. വേറെ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയാ? ഇല്ല. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഇതിന്റെ പെർസെന്റേജ് എടുക്കും ഓഫ് NCA. എത്രയാണ് NCA പെർസെന്റേജ്? 20%. ഇതായിരുന്നു ശരിക്കും NCAക്ക് വരേണ്ട amount, 1,600. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഈ 10,500 will be 9,500 instead. And I'll tell you why. See, this 21,000 എന്ന് പറയണത് is our total profit. ഈ ടോട്ടൽ പ്രോഫിറ്റ് ആയ 21,000 ഉള്ളില് എന്തുണ്ട്? 21,000 ഉള്ളില് നമ്മുടെ we have our loans interest. നമുക്ക് എന്തിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്? ലോണിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് ദി പ്രോബ്ലം ഇസ് ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് ഈ 3,000 ഉള്ളിൽ ഉണ്ട് കേട്ടാ. ഈ 3,000 കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ 21 കിട്ടണത്. പക്ഷെ നിങ്ങൾ നേരെ 21 ഹാഫ് ആക്കിയ ഈ 3,000 1,500 എന്ന് പറഞ്ഞിട്ട് ഹാഫ് ആവും. ഓക്കെ അല്ലേ? ഹലോ, ഈ 3,000 എന്താവും? 21
3000, 1500, 1500 ആയിട്ട് എന്തായി മാറും? ഹാഫ് ആയി മാറും. ഇതൊരു ഓക്കെ അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ 2000 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ്, ആ 2000 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് അവസാനത്തെ 6 മന്ത്സിലല്ലേ ഉള്ളോ? ആദ്യത്തെ 6 മന്ത്സിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ഹാഫ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ലോണേ എടുത്തില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 2000 ഒരിക്കലും കുറയ്ക്കേണ്ടി വന്നതല്ല. യുവർ പ്രോഫിറ്റ് വുഡ് ഹാവ് ബീൻ ഹൗ മച്ച്? 23,000. യുവർ പ്രോഫിറ്റ് വുഡ് ഹാവ് ബീൻ 23 if there was no loan. ഞാനിപ്പോ നോ ലോൺ സിറ്റുവേഷൻ ഒന്ന് നോക്കണതാ. അങ്ങനെ ലോണേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ your profit would have been 23. If you had to divide that into first half and second half, how would you divide it? First half will be 11,500. അതേപോലെ second half will be 11,500 വന്നേനെ. എന്റെ സെക്കൻഡ് ഹാഫിൽ മാത്രം എന്ത് കുറയ്ക്കണമായിരുന്നു? ആ 2000 ഇൻട്രസ്റ്റ് കുറയ്ക്കണമായിരുന്നു. അപ്പൊ ശരിക്കും സെക്കൻഡ് ഹാഫിന്റെ മാത്രം പ്രോഫിറ്റ് എത്ര വരും? 9,500. നമ്മൾ ഡയറക്ട്ലി ചെയ്താൽ 10,500 ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വരണം? 9,500 വരണം. And this should be 1,400. That is your NCI should be 1,400. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളിടത്തോളം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഫസ്റ്റ് ഹാഫ് പ്രോഫിറ്റ് ഇസ് 11,500. അതായത് നേരെ നിങ്ങൾ എടുത്തിട്ട് ഈ 21,000 പകുതി എടുത്ത് ആക്വിസിഷൻ ഡേറ്റ് കാണാൻ വേണ്ടി ആഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചത്. പ്രോഫിറ്റ് ഓഫ് ദി ഫസ്റ്റ് ഹാഫ് ഇസ് ഹൗ മച്ച്? 11,500. അപ്പൊ നിങ്ങൾക്ക് ശരിയായ ഗുഡ് വില്ല് കിട്ടും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇത്രയും ഡിഫിക്കൽട്ട് ആക്കണം ശരിക്കും ആ ഒറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഓഫ് ലോൺ നോട്ട് വിച്ച് വാസ് പ്രൊവൈഡഡ് അറ്റ് ആക്വിസിഷൻ ആൻഡ് ദി ആക്വിസിഷൻ വാസ് മിഡ് ഇയർ. മിഡ് ഇയർ ആക്വിസിഷൻ ആണ്. ആക്വിസിഷൻ ഡേറ്റിന് ലോൺ നോട്ട് ഉണ്ടെങ്കിൽ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് വരും. നോർമൽ ലോൺ നോട്ട് ആണെങ്കിൽ യാതൊരു സീനും ഇല്ല. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മള് ഇന്നേക്ക് വേണ്ടിയിട്ട് ഇത്ര മതി. ബിക്കോസ് ഇത്രയും ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾ ഫുള്ളി ടയർഡ് ആയിട്ടുണ്ടാവും. 2 ബിഗ് ക്വസ്റ്റ്യൻസ് ഇന്ന സ്ട്രെച്ച് അല്ല ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യാം? നാളെ നമുക്ക് എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം? ഒരു റേഷ്യോ ചെയ്യാം നാളെ നമുക്ക്. ഓക്കെ, എന്നിട്ട് നാളത്തെ റേഷ്യോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തന്നെ എന്തും കൂടി ചെയ്തു തുടങ്ങാം? MCQs ചെയ്തു തുടങ്ങാം. എങ്ങാനും ഒരു ദിവസം എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടി മാരത്തോൺ നീട്ടി വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മാരത്തോണിൽ ചെയ്യണ്ട. അതായത് വിൽ ബി ലുക്കിംഗ് അറ്റ് ഇപ്പൊ നമ്മള് P&L, ബാലൻസ് ഷീറ്റ്, മീൻസ് പ്രിപ്പറേഷൻ ഓഫ് FS, കൺസോൾട്ടേഷൻ കഴിഞ്ഞു. നാളെ വിൽ ബി ലുക്കിംഗ് അറ്റ് റേഷ്യോ അനാലിസിസ്. അത് കഴിഞ്ഞിട്ട് റേഷ്യോസിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞുതരാം? ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം whereby you can score a lot of marks. And അത് കഴിഞ്ഞിട്ട് we'll be concentrating totally on every areas MCQs from study hub and every areas OTQs. Okay അല്ലേ? ഇൻടാൻജിബിൾ അസറ്റ്സ് ഇപ്പൊ ചെല്ലം ചോദിച്ചത് എങ്ങനെയാണ് നമ്മള് ഡൊമെയിൻ വർക്കിംഗ് നോട്ട് 2ലേക്ക് എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ. വർക്കിംഗ് നോട്ട് 2ലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ വർക്കിംഗ് നോട്ട് 2ന്റെ റിപ്പോർട്ടിംഗ് സൈഡ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇനി ഒരു എക്സ്ട്രാ ലൈനും കൂടി കയറ്റിയിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഇതും കൂടി നോക്കാത്തത്. ഓൾ ദീസ് തിങ്സ് വിൽ കം ഇൻ ദി റിപ്പോർട്ടിംഗ് പാർട്ട്. We only needed the acquisition part. Acquisition ൽ നമ്മൾ ഒരിക്കലും depreciations, amortizations കുറയ്ക്കലില്ല. ഓക്കെ അല്ലേ? ഈ ലോൺ എന്തിനാ കുറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്ട്ലി 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല മുഹമ്മദ്. കാരണം ഒരു ഹാഫ്
ലോൺ ഉണ്ട്, ഒരു ഹാഫിൽ ലോൺ ഇല്ല. അപ്പൊ ലോൺ ഇല്ലാത്ത ഹാഫും ലോൺ ഉള്ള ഹാഫും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവണ്ടേ? അപ്പൊ ശരിക്കും ആ രണ്ടാം പകുതിയിലാണ് മൊത്തം ലോണും കുറയേണ്ടത്. അപ്പൊ ഞാൻ ഡയറക്ട്ലി ഹാഫ് എടുക്കുമ്പോ ആ 2000-ന്റെ 1000 രണ്ടാം പകുതിയിലും 1000 ആദ്യത്തെ പകുതിയിലും വരും. അപ്പൊ അതിൽ നിന്ന് മാറ്റേണ്ടി വരും നിങ്ങളിങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ അത് ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ലോണേ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എത്ര വന്നേനെ? 23 വന്നേനെ. അതിനെ ഹാഫ് ആക്കൂ, 11,500 എന്റെ രണ്ടാമത്തെ ഹാഫിൽ നിന്ന് ലോണിന്റെ amount കുറയ്ക്കൂ. അപ്പൊ എത്രയായി? 9,500 in the second half and first half 11,500. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ വരുന്നതാണ് 21,000. ഓക്കെ അല്ലേ? ഇത്ര വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മൊത്തം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ട്ടോ. നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. Okay, bye bye, take care, see you tomorrow.